ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് കേരള വിഷൻ വൈഫൈയുടെ പാസ്വേഡ് നമുക്ക് ഈസിയായി തന്നെ ഒരു 5 അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിനകത്ത് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ പാസ്വേഡിനൊപ്പം നമുക്ക് വൈഫൈയുടെ വിസിബിളായി കാണുന്ന ആ ഒരു നെയിം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് കേരള വിഷനിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് വൈഫൈ കണക്ഷൻ ആണെങ്കിലും ഏത് മോഡാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മോഡത്തിൻ്റെ ബാക്കിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു IP അഡ്രസ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡിഫാൾട്ടായിട്ടുള്ള കേരള വിഷൻ വൈഫൈകളുടെ IP എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഡിഫാൾട്ടായിട്ടുള്ള IP എന്ന് പറയുന്നത് 192.168.1.1 പിന്നെ നിങ്ങളുടെ വൈഫൈക്ക് അനുസരിച്ച് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. എന്നാലും കോമൺ ആയിട്ട് വരുന്നത് ഈ ഒരു സെയിം IP തന്നെയാണ്, 192.168.1.1. ഓക്കെ, ഈ ഒരു IP ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു IP ബ്രൗസറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഒരു ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ആപ്പിൽ ചെയ്യാൻ പറ്റും. ആപ്പിലായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇപ്പോൾ PC അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഫോണിന് ഫിക്സ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആപ്പിൽ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഈ പാസ്വേഡ് എന്നുള്ളിടത്ത് ഇവിടെ ഫസ്റ്റ് ആയിട്ട് അക്കൗണ്ട് എന്ന് വന്നിട്ടുണ്ടാകും. ഇവിടെ അഡ്മിൻ എന്ന് ഡിഫാൾട്ടായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മോഡത്തിൻ്റെ ബാക്കിൽ ഒന്ന് കയറി നോക്കുക. അവിടെ യൂസർ നെയിം പാസ്വേഡും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫാൾട്ടായിട്ടുള്ള യൂസർ നെയിമും അതേപോലെ ഡിഫാൾട്ടായിട്ട് ഒരു പാസ്വേഡും കാണാൻ പറ്റും. ആ ഒരു പാസ്വേഡ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് കോഡ് എന്നുള്ളടത്ത് ഇവിടെ മേലെ കാണുന്ന ക്യാപ്ച തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ യൂസർ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലോട്ട് ഒരു മിനിറ്റ്, ക്യാപ്ച തെറ്റിപ്പോയി. അപ്പോൾ നിങ്ങളൊന്നും കൂടെ ക്യാപ്ച തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം 3 വട്ടം നിങ്ങൾക്ക് ടൈമുള്ളൂ. അതിനകത്ത് നിങ്ങൾ 3 വട്ടം തെറ്റി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് കുറച്ച് ടൈമിന് ലോക്കായി കിടക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലോട്ട് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ഡാഷ്ബോർഡിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജിലാണ് ഐക്കണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നെറ്റ് മേലെ ക്ലിക്ക് ചെയ്യാം. നെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റിങ്സ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ ഒന്നും നിങ്ങളൊന്നും ചേഞ്ച് ചെയ്യരുത്, കാരണം അതെല്ലാം നിങ്ങളുടെ വൈഫൈയുടെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അടിയിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് WLAN എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് SSID എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു ഇൻപുട്ട് ബോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങളുടെ വൈഫൈയുടെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എറേസ് ചെയ്തിട്ട് ഇപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ കൊടുക്കാം. അതായിരിക്കും നിങ്ങളുടെ വൈഫൈയുടെ നെയിമായിട്ട് അവിടെ വിസിബിളായിട്ട് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വൈഫൈയുടെ ഒരു നെയിം കൊടുത്തു. നെയിം കൊടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് WPA പ്രീ സർട്ടിഫിക്കേഷൻ ഷെയർഡ് കീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഷോ നടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാസ്വേഡ് വിസിബിളായിട്ട് വരും. ഇതാണ് നിങ്ങളുടെ വൈഫൈയുടെ കറൻറ്റിൽ ഇപ്പോൾ ഉള്ള പാസ്വേഡ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല. ജസ്റ്റ് പെട്ടെന്ന് തന്നെ വെറും 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു കാര്യം. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. അതേപോലെ വൈഫൈയുടെ SSID, നിങ്ങൾക്ക് SSID മീൻസ് നിങ്ങളെ കാണാനുള്ള ഒരു പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അതേപോലെ പാസ്വേഡും കൊടുക്കുക. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് കണക്ഷന് ടോട്ടൽ എത്ര യൂസേഴ്സിന് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 11 ഡിഫാൾട്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു 11 അല്ല, സെലക്ട് ചാനലല്ല, ഈ ഒരു കണക്ഷൻ ഡിവൈസ് നമ്പർ. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ 32 നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക. ഡിഫാൾട്ടായിട്ട് 32 എടുക്കാവുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ചേഞ്ച് ചെയ്യാത്തതാണ് നല്ലത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു SSID അതേപോലെ പാസ്വേഡ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. ഈ ഒരു ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞത് കൂടി നിങ്ങളുടെ ഈ ഒരു പാസ്വേഡും അതേപോലെ SSID എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ വൈഫൈയുടെ കണക്ഷൻ ഓട്ടോമാറ്റിക്കലി അത് കണക്ഷൻ ഓഫ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും പുതിയൊരു പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യേണ്ടതാണെന്നാൽ മാത്രമേ ഒരു വൈഫൈ കണക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പേജ് പിന്നെ ലോഡ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു പേജ് ലോഡ് ആവാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഈ ഒരു പേജ് വൈഫൈ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തതോടുകൂടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കൊന്ന് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരുന്നവരേക്കും ബൈ ഗൈസ്.